N11 IASന്റെ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഓടുക, നിങ്ങൾക്ക് ഓടുവാൻ കഴിയുന്നില്ല എങ്കിൽ നടക്കുക, നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇഴയുക. പക്ഷെ എന്തുതന്നെ ആണെങ്കിലും എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഈ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഹിന്ദു അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇവയൊക്കെയാണ്: ആസാം മിസോറാം ഇഷ്യൂ, ഇന്ത്യ നേപ്പാൾ ഫ്ലഡ് മാനേജ്മെൻറ്റ്, പ്രോബ്ലംസ് ഓഫ് ദ പൊളിറ്റിക്കൽ പോപ്പുലിസം, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ്, അഘാലിക ആൻഡ് ചാഗോ സൈലൻറ്റ്. ആസാം മിസോറാം ഇഷ്യൂവിനെ പറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഗൈഡ് ലൈൻ തരുന്ന തരത്തിലുള്ള ആർട്ടിക്കിളാണ് എ ഗൈഡ് ടു റിസോൾവിങ് ആസാം മിസോറാം ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആസാം മിസോറാം ഇഷ്യൂവിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു 2 നോട്ടിഫിക്കേഷൻ്റെ വെളിച്ചത്തിലാണ് നമ്മളതിനെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് നോട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ 8075 ആൻഡ് നോട്ടിഫിക്കേഷൻ ബേസ്ഡ് ഓൺ 9033. ശരിക്കുമുള്ള ആസാം മിസോറാം ബോർഡർ ഇഷ്യൂസിനെ പറ്റി അറിയണമെങ്കിൽ മിസോറാമിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശരിക്കും 7050 അല്ലെങ്കിൽ 8 to 8050 ആ ഒരു സമയത്തെ മിസോറാമിൻ്റെ ഹിസ്റ്ററീനെ പറ്റിയിട്ടുള്ള തക്കതായിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് ലഭ്യമായിട്ടില്ല. അത് 1850s ചിൻ ഹിൽസിൽ നിന്ന് ലൂഷായ് ഹിൽസിലേക്ക് മീസോ ട്രൈബ്സ് മൈഗ്രേറ്റ് ചെയ്യുകയും മീസോ ട്രൈബ്സിൻ്റെ ഒരു ലാൻഡായിട്ട് ലൂഷായ് ഹിൽസ് മാറുകയും ലാൻഡ് ഓഫ് മിസോസ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ നിന്നാണ് മിസോറാം ഉണ്ടായതെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. 1826 വരെ ബ്രിട്ടീഷിൻ്റെ ഒരു അധീനതയിലായിരുന്നില്ല ലൂഷായ് ഹിൽസ്. അപ്പം 1826 യൊബാണ്ടോ എഗ്രിമെൻ്റ് വഴി ആസാമിനെ ബ്രിട്ടീഷ് പ്രൊവിൻസിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. അതിനുശേഷമാണ് ലൂഷായി അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിൻസിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യമായി ലൂഷായ് ഹിൽസ് ആസാം ഡിസ്ട്രിക്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് 1875 നോട്ടിഫിക്കേഷൻ്റെ ബേസിസിലാണ്. അത് ഒരു ഇന്നർ ലൈൻ റിസർവ് ഫോറസ്റ്റ് എന്നുള്ള രീതിക്ക് ലൂഷായ് ഹിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതിൽ നിന്നുള്ള റിസോഴ്സസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. 1875 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെഗുലേഷൻ ആക്റ്റിൽ 1873 ഈസ്റ്റ് ഫ്രോണ്ടിയർ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ആ നോട്ടിഫിക്കേഷനിൽ മീസോ ചീഫ്സുമായിട്ട് അല്ലെങ്കിൽ ട്രൈബൽ ചീഫ്സുമായിട്ടുള്ള ഡിസ്കഷൻ്റെ ബേസിൽ അവരുടെ കൺസെൻറ്റോട് കൂടിയാണ് ആ ഡിമാർക്കേഷൻ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ബോർഡർ ഇഷ്യൂവിൽ പോലും മിസോറാം ഗവൺമെൻറ് മുന്നോട്ടേക്ക് അഡ്വക്കേറ്റ് ചെയ്യുന്നൊരു ടോപ്പിക് 1875 നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഡിമാർക്കേഷനാണ് അവർ അംഗീകരിക്കുന്നത് എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വെക്കുന്ന കാരണം ഇതാണ്: അവരുടെ മിസോറാം ചീഫുമായിട്ടുള്ള ഡിസ്കഷനിൽ അവരുടെ കൺസെൻറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം 1838 വരെ ആസാമിൻ്റെ 2 പ്രൊവിൻസുകളായിട്ടാണ് ആസാം, അതായത് നോർത്ത് ലൂഷായ് ഹിൽസ്, സൗത്ത് ലൂഷായ് ഹിൽസിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് മിസോറാമിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നോർത്ത് ലൂഷായ് ഹിൽസ് ആസാം പ്രൊവിൻസിലും ബംഗാൾ പ്രസിഡൻസിയിലാണ് സൗത്ത് ലൂഷായ് ഹിൽസും ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നീട് കാണുന്നത് 1935 ആകുമ്പോഴേക്കും ഈ ആസാം പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിൽ നിന്ന് തന്നെ ലൂഷായ് ഹിൽസിനെ എക്സ്ക്ലൂഡ് ചെയ്തൊരു റെക്കോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് 1935 ആ ഒരു ഇയറിലാണെങ്കിൽ ഗവർണറിൻ്റെ നേരിട്ടുള്ള പരിധിയിലായിരുന്നു ലൂഷായ് ഹിൽസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ആസാമിൻ്റെ ഭാഗം തന്നെയായിരുന്നു ലൂഷായ് ഹിൽസ്. എന്നാൽ ആ സമയത്ത് മീസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ട്രൈബൽ ഓർഗനൈസേഷൻ മാറുകയും അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുകയും ചെയ്തു. 1966 അവർക്കിടയിലുണ്ടായിരുന്ന അവർ ഡിക്ലെയർ ചെയ്തു, അല്ലെ മിലിറ്ററി അജൻസ് നടത്തിയിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്നു, അവർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുകയും അത് ആ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും മിസോറാം അക്കോർഡും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ വരികയും അവർക്ക് യൂണിയൻ ടെറിട്ടറി പദവി കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റസ് പദവി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. ആ സമയത്ത് അവർ കൺസിഡർ ചെയ്ത നോട്ടിഫിക്കേഷൻ 1933 നോട്ടിഫിക്കേഷനാണ്. 1933 ഇന്നർ ലൈൻ 1933 നോട്ടിഫിക്കേഷനും 1875 നോട്ടിഫിക്കേഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1875 നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ആസാമിലെ കച്ചാർ ഡിസ്ട്രിക്റ്റും ലൂഷായ് ഹിൽസും തമ്മിലുള്ള ഡിമാർക്കേഷൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്.
എന്നാൽ 1933 ഡിമാർക്കേഷൻ അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷനിലെ ഡിമാർക്കേഷൻ അനുസരിച്ചിട്ടാണ് ട്രൈ ജംഗ്ഷൻ, അതായത് ലൂഷായ് ഹിൽസ്, കച്ചാർ ഡിസ്ട്രിക്ട്, മണിപ്പൂർ, ഇവർക്ക് 3 പേർക്കും ഇടയിലുള്ള ഒരു ട്രൈ ജംഗ്ഷൻ ബൗണ്ടറി ഉണ്ടായത്. അപ്പോൾ 1933 ഡിമാർക്കേഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഡിസ്പ്യൂട്ടിന് കാരണമായിട്ടുള്ള 163 കിലോമീറ്റർ ബോർഡർ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിസോസിൻ്റെ ലോങ് സ്റ്റാൻഡിങ് ഹിസ്റ്റോറിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ജും കൾട്ടിവേഷനാണ്. അപ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന റിസോഴ്സസ് ആ ഇന്നർ ലൈൻ റിസർവ് ഫോറസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഏകദേശം 8019 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആസാമിൻ്റെ ഒരു അധികാര പരിധിയിൽ അവർ ഇല്ലീഗലായിട്ട് വെച്ചിരിക്കുന്നുള്ളതാണ് മിസോൻ്റെ ആർഗ്യുമെൻറ്റ്. എന്നാൽ ആസാമിൻ്റെ സൈഡിലുള്ള ആർഗ്യുമെൻറ്റ് ഇതാണ്: 1933 നോട്ടിഫിക്കേഷനാണ് അംഗീകരിക്കേണ്ടത്. കാരണം ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ച ഡിമാർക്കേഷൻ അതാണ് അംഗീകരിക്കേണ്ടത്. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് ആസാം ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഓതർ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്: ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഇൻ്റർ ഗവൺമെൻറ്റൽ ഫോറം ഇതിനകത്ത് ആവശ്യമായിട്ടാണ്. കാരണം ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് ഒരു പെർമനൻ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പരിശോധിക്കുകയാണെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ 263 ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലും സുപ്രീം കോർട്ടിൻ്റെ ജൂറിസ്ഡിക്കേഷൻ ഒറിജിനൽ ജൂറിസ്ഡിക്കേഷൻ്റെ പരിധി വരുന്ന ആർട്ടിക്കിൾ 131 ഈ ഒരു വിഷയത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ തന്നെ റീജിയണലായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സും സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനും ഒക്കെ അവരുടെ ഒരു റീജിയണലായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനും റീജിയണലായിട്ടുള്ള ഇലക്ഷനിലൊക്കെ ഈ വിഷയം യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഡിസ്പ്യൂട്ട്സ് ഇതുവരെയും സെറ്റിലാകാതെ നിൽക്കുന്നത്. അപ്പം കുറച്ചും കൂടി അപ്പോൾ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി കൺസിഡർ ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് പോളിസിയിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ കൺസിഡർ ചെയ്യുന്ന ആക്ട് ഈസ്റ്റ് പോളിസി കുറച്ചുകൂടി എഫക്റ്റീവ് ആവണമെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് ബോർഡർ ഡിസ്പ്യൂട്ട്സ് കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു മെക്കാനിസം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഗൈഡൻസിൽ അത് ചെയ്യേണ്ടതാണ് എന്നാണ് ഓതർ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ നേപ്പാൾ ഫ്ലഡ് മാനേജ്മെൻറ്റ് നീഡ്സ് കോഴ്സ് കറക്ഷൻ, അതാണ് നെക്സ്റ്റ് ആർട്ടിക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പങ്കുവെക്കുന്ന ആശയം ഇതാണ്: നേപ്പാളും ഇന്ത്യയും തമ്മിൽ ഉള്ളൊരു വാട്ടർ കോപ്പറേഷൻ 1950s ഉണ്ടായിരുന്ന ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഓതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ നേപ്പാളിൻ്റെ ഒരു വാട്ടർ ട്രീറ്റീസ് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ഓൺ ദ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആൻഡ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് 1950s വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം നേപ്പാളിനും ഇന്ത്യക്കും കോമൺ ആയിട്ട് അല്ലെങ്കിൽ നേപ്പാളിൻ്റെ അഡ്ജോയിനിങ് ഏരിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ഒരുപാട് നദികളുണ്ട്. കോസി, ഗണ്ഡകി, കർണാളി, മഹാകാളി മുതലായ നദികളുണ്ട്. അപ്പോൾ അവയിലുള്ള എല്ലാ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിലും ഇറിഗേഷൻ പ്രോജക്റ്റിനുമൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ ഡാം കൺസ്ട്രക്ഷൻ ആണെങ്കിലും ബാരേജ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബൈലാറ്ററൽ റിലേഷൻസ് എഗ്രിമെൻറ്റ്സ് ഒക്കെ നിലനിൽപ്പുണ്ട്. അതിൽ കോസി ബാരേജ് അല്ലെങ്കിൽ കോസി ഡാം ഒഴികെ ബാക്കി ഒരു പ്രോജക്റ്റും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് മാത്രമല്ല മേജർ റിവേഴ്സ് അല്ലാണ്ട് സ്മാൾ റിവേഴ്സിനൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്ത് തുടങ്ങിയിട്ടുമില്ല. 1954 കോസി എഗ്രിമെൻറ്റ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ സൈൻ ചെയ്തു എങ്കിൽ പോലും വാട്ടർ റൈറ്റ് ഇഷ്യൂസിനൊന്നും ഇതുവരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഒരു കോസി ഫ്ലഡ് റീജിയണിൽ നിൽക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ്റെ ഇതാണെങ്കിലും ഇഷ്യൂ ഓഫ് കോമ്പൻസേഷൻ, കോസിൻ്റെ ഫ്ലഡ് ഉണ്ടായതിന് ശേഷമുള്ള കോമ്പൻസേഷൻ, ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ശേഷമാണ് കോസിയിൽ ഫ്ലഡ് കൂടുതലാകാൻ എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് നേപ്പാളിൻ്റെ ഭാഗത്തുനിന്നും. അതുകൂടാണ്ട് പിന്നെ വരുന്നൊരു ബൈലാറ്ററൽ പ്രോബ്ലം ഇതാണ്: നേപ്പാളിൻ്റെ ടെറിട്ടറിയിൽ ഇന്ത്യ നടത്തുന്ന എൻക്രോച്ച്മെൻ്റ് ആണ് ശരിക്കും ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിക്കും നേപ്പാൾ അതിനെ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കോസി റിവറിലെ ഹൈ ലെവൽ ഓഫ് സെഡിമെൻറ്റേഷനും അതിൻ്റെ എംബാങ്ക്മെൻറ്റ്സിൻ്റെ മെയിൻ്റെനൻസ് ഇല്ലായ്മയാണ് ശരിക്കും ഫ്ലഡിനെ ഇത്രത്തോളം ഇൻറ്റൻസിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് കൂടാണ്ട് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലാണ്ട് സ്റ്റോറേജ് ടാങ്ക്സ് നമ്മൾ അപ്ലൈ ചെയ്ത്, അതായത് സെഡിമെൻറ്റ്സിൻ്റെ അളവ് കൂടിയിട്ട് അല്ലെങ്കിൽ റിവറിൻ്റെ വാട്ടർ ലെവൽ കൂടുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്തിട്ട് സ്റ്റോറേജ് ടാങ്കിലേക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ചില സെറ്റപ്പുകളൊന്നും പക്ഷേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതെല്ലാം ഈ ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു വിള്ളലുകൾ ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി 1860 വന്നിട്ടുള്ള സുഗാളി ട്രീറ്റി അല്ലേ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേപ്പാളും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്ന സുഗാളി ട്രീറ്റിയെ, അത് നേപ്പാളിലെ മഹാകാളി റിവറിൻ്റെ ബൗണ്ടറി ഡീലിമിറ്റ് ചെയ്യുന്ന, അതിൻ്റെ സോഴ്സിനെ പറ്റി കൃത്യമായിട്ട് പറയുന്ന ആ ട്രീറ്റിയെ ഇതുവരെയും നേപ്പാളിനും ഇന്ത്യക്കും അതിനകത്ത് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്. ഇന്ത്യയും നേപ്പാളും ആ ഒരു സോഴ്സ് ഓഫ് ദ റിവറിൻ്റെ സോഴ്സിനെ പറ്റിയിട്ട് ഇപ്പോഴും കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം റീസെൻ്റായിട്ട് മാപ്പിങ്ങിലൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. മാപ്പിങ്ങിലാണെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്ത് ഇന്ത്യയിൽ അവകാശപ്പെട്ട അല്ലെങ്കിൽ ബൈ ദ ട്രീറ്റി ഇന്ത്യൻ്റെ ബോർഡറിൻ്റെ ഭാഗമായിട്ടുള്ളതും ഇൻക്ലൂഡ് ചെയ്തിട്ട് നേപ്പാൾ മാപ്പ് തയ്യാറാക്കിയ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രശ്നവും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ത്യ ചൈന ബോർഡറിൽ തന്നെയാണ് ഈ ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള നേപ്പാൾ ഇന്ത്യ അഡ്ജോയിനിങ് ഏരിയാസും വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന നിലപാടുകളൊക്കെ ഇൻഡോ ചൈന ബന്ധത്തിനെ ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പം ഇതിൽ വരുന്ന കാര്യം, ഇതിൽ ആർട്ടിക്കിൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്: ബീഹാറിൻ്റെ ഫ്ലഡ് മാനേജ്മെൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് സപ്പോർട്ട് സെൻറ്റർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം അനലൈസ് ചെയ്തപ്പോൾ ഗവൺമെൻറ് ഓഫ് ബീഹാർ എസ്റ്റിമേറ്റ് ചെയ്ത കാര്യം ഏകദേശം 76% ഓഫ് അവരുടെ പോപ്പുലേഷനും ഫ്ലഡ് ത്രെട്ടനിങ് ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ അതായത് ലാൻഡ് ഏരിയയിൽ ഏകദേശം 73%ഉം ഫ്ലഡ് ത്രെട്ടനിങ് ഏരിയയിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പം ബീഹാറിനകത്ത് അഡ്ജോയിൻ ചെയ്യുന്ന നേപ്പാൾ ഏരിയയിൽ നിന്ന് ഒരുപാട് റിവേഴ്സ് ആണെങ്കിൽ ബീഹാറിലേക്ക് കടക്കുന്നുണ്ട്. അവർ ഡിസ്ചാർജ് ചെയ്യിക്കുന്ന സെഡിമെൻറ്റ്സും അവരുടെ ഇംപ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് എംബാങ്ക്മെൻറ്റ്സും ഒക്കെയാണ് ഫ്ലഡിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടുന്നത്. ഇനി കോസി ഗണ്ഡക് പോലെയുള്ള ഭൂരിഗണ്ഡക് പോലെയുള്ള നദികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സെഡിമെൻറ്റ്സ് വളരെ കൂടുതലാണ്. 1955 ലേക്ക് പോവുകയാണെങ്കിൽ നമുക്കുണ്ടായിരുന്ന കോസി എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നേപ്പാളിൽ നിന്നുള്ള വോളണ്ടറി ഒരുപാട് വർക്കേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കോസി ട്രീറ്റിയുടെ 1954 കോസി ട്രീറ്റീൻ്റെ പ്രശ്നങ്ങളിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നില്ല. അല്ല, പിന്നീടുള്ള വർഷങ്ങളിൽ നേപ്പാൾ എങ്ങനെ എംബാങ്ക്മെൻറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ റിവറിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ള കാര്യമൊന്നും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റോൺ ആണെങ്കിലും സാൻഡ് ആണെങ്കിലും സിൽറ്റ് ആണെങ്കിലും സെഡിമെൻ്റ് ആണെങ്കിലും ഇങ്ങനെ അടിഞ്ഞിട്ട് റിവർ ബെഡ് റൈസ് ചെയ്യുകയും റിവറിൻ്റെ ഒരു ഗതി തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 18 to 20 സെഞ്ച്വറി നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 100 കിലോമീറ്റർ തന്നെ കോസി ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈവൻ ഒരു ഡിസ്പ്ലേസിങ് മാത്രം കൺസിഡർ ചെയ്യാണ്ട് തന്നെ നോക്കുമ്പോൾ ക്ലൈമറ്റിക് ഇംബാലൻസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൊക്കെ ഇവിടെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. നേപ്പാളിലാണെങ്കിലുള്ള കൺസ്ട്രക്ഷൻ, റിവർ ഏരിയയിലുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ, അതായത് സസ്റ്റൈനബിൾ ആയിരിക്കണം, സസ്റ്റൈനബിളും അതേപോലെ തന്നെ ക്ലൈമറ്റിക് ആയിട്ടുള്ള ഇംബാലൻസ് ഉണ്ടാകുമ്പോഴും അത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഫ്ലഡിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോപ്പറേഷൻ അല്ലെങ്കിൽ ബൈലാറ്ററൽ ടോക്ക് ആ തരത്തിൽ ഇന്ത്യക്ക് നേപ്പാളിനും വേണം എന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1937 മുതലാണ് നമ്മൾ ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് പറയുന്നത്. ഇപ്പം ബാരക്ഷേത്രയിൽ അല്ലെ, നേപ്പാളിൻ്റെ ബാരക്ഷേത്രയിലാണെങ്കിൽ ഒരു വലിയ ഡാം പ്ലാൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ 1953 ഫ്ലഡിന് ശേഷമാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിലെ PM ജവഹർലാൽ നെഹ്റു വിസിറ്റ് ചെയ്യുകയും അപ്പോൾ അതേപോലെ ഒരു വിഷണറി സ്കീമൊക്കെ ആ സമയത്ത് സേഫ് റീസെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് നേപ്പാളിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ജനങ്ങൾക്കുള്ള സേഫ് റീസെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫോമുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്: ഒരു പൊളിറ്റിക്കൽ ആൻഡ് പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വളരെ മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ ആൻഡ് പോളിസി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇന്ത്യക്കും നേപ്പാളിനും അത്തരത്തിലുള്ളൊരു ഡയലോഗിലേക്ക് അവർ പോകണം, ഒരു ബൈലാറ്ററൽ ഡയലോഗിലേക്ക് അവർ പോകണം എന്നുള്ളതാണ് ഓതർ അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് ആർട്ടിക്കിൾ നോട്ട് ഓൾവേസ് ഫെയർ ഗെയിം എന്നുള്ളതാണ്. നോട്ട് ഓൾവേസ് ഫെയർ ഗെയിം എന്ന് പറയുന്ന ഈ ആർട്ടിക്കിളിലാണ് പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇവിടെ നടന്നൊരു അമെൻമെൻ്റാണ്, ലെജിസ്ലേറ്റീവ് അമെൻമെൻ്റാണ്. 1930s ഒരു ഗെയിം ബിൽ 1930s ഉണ്ടായിരുന്നൊരു ഗെയിം ബില്ലിനെ അവർ അമെൻഡ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഗുഡ് ഇൻറ്റൻഷൻസ് ഡു നോട്ട് ആൾവേസ് മേക്ക് ഫോർ ഗുഡ് ലെജിസ്ലേഷൻ. സ്റ്റേറ്റിലെ യൂത്തിനെ ഓൺലൈൻ ഗാംബ്ലിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് ഓൺലൈൻ റമ്മി അല്ലെങ്കിൽ പോക്കർ പോലെയുള്ള ഗാംബ്ലിംഗ് ഗെയിമിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊളോണിയൽ ഗെയിമിംഗ് ലോ 1930 ഗെയിമിംഗ് ആക്ട് അമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനിയിലേക്ക് പോവുകയും ഒരു ജുഡീഷ്യൽ റിവ്യൂവിലേക്ക് പോവുകയും മദ്രാസ് ഹൈക്കോർട്ട് അതിനെ സ്ട്രക്ക് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്ന കാര്യം, ഇപ്പോൾ ഗെയിം ഓഫ് ചാൻസും അല്ലേ, ഗാംബ്ലിംഗ് എന്ന് പറയുന്ന ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിം ഓഫ് ചാൻസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അതല്ലാണ്ട് ഗെയിം എന്ന് പറയുന്നത് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഗെയിമിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഗെയിം ഓഫ് സ്കിൽസ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടും ഗെയിമിംഗ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ തമിഴ്നാട് ഗെയിമിംഗ് ആക്ടിൻ്റെ അമെൻമെൻറ്റ് വഴി ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സെപ്പറേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ ഗെയിം ഓഫ് സ്കിൽ, ഗെയിം ഓഫ് ചാൻസ് എന്നുള്ള ഇതിക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ലെജിസ്ലേഷന് സാധിച്ചില്ല എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട്, അതുകൂടാണ്ട് അത് അവിടുത്തെ ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ സിറ്റിസണിൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ഫ്രീഡത്തിനെ ഹനിക്കുന്നതാണ്. അപ്പോൾ ഏത് ഗെയിം അവർക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു അധികാരം അവർക്ക് വിട്ടുകൊടുക്കാണ്ട്, ഇപ്പോൾ ഓൺലൈൻ ഗാംബ്ലിംഗ് പോലെയുള്ള കൃത്യമായിട്ട് ഓൺലൈൻ ഗാംബ്ലിംഗ് നടത്തുന്ന ഗെയിമിനെ അവോയ്ഡ് ചെയ്യാണ്ട് എല്ലാ തരത്തിലുള്ള ഗെയിംസിനെയും ആ ഒരു അമെൻമെൻറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഈ ഗെയിം ഓഫ് സ്കില്ലും ഗെയിം ഓഫ് ചാൻസ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊരു ഗെയിമിങ്ങിനെയും അതിനകത്ത് ഒരു ഗാംബ്ലിംഗ് ഉണ്ട് എന്നുള്ള രീതിക്കാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗെയിംസ് ബേസ്ഡ് ഓൺ ദ ചാൻസ് മാത്രമാണ്, അല്ലെങ്കിൽ ഗാംബ്ലിങ്ങിനെ ബേസ് ചെയ്ത ഗെയിംസിനെ മാത്രം കണ്ടെത്താനായിട്ട് ലെജിസ്ലേഷന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഓവറോളായിട്ട് ഗെയിംസിനെ അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലെജിസ്ലേഷനാണ് ഉണ്ടായതെന്നായിരുന്നു എൻ്റെ ഒബ്സർവേഷൻ. അപ്പം ഇത്തരത്തിലുള്ള ഒരു ലെജിസ്ലേഷൻ വരുമ്പോൾ അവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ഇതാണ്, പൊളിറ്റിക്കൽ പോപ്പുലിസം. പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന് പറയുമ്പോൾ പോപ്പുലിസ്റ്റ് പാർട്ടീസ് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻറ്റിനും ആർ ഓഫൺ ലെഡ് ബൈ ദ കരിസ്മാറ്റിക് ഓർ ഡോമിനൻറ്റ് ഫിഗേഴ്സ് ഹു പ്രസൻറ്റ് ദംസെൽവ്സ് ആസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ. ഇത് വളരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജനപ്രിയമായിട്ടുള്ള പാർട്ടികൾ ഫോം ചെയ്യുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെൻ്റൊക്കെ അത്തരത്തിൽ ഉള്ളൊരു ഫാദർലി ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു, ഒരു പെറ്റേണിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കൽ പോപ്പുലിസം. ഞങ്ങളാണ് ജനങ്ങളുടെ ശബ്ദം, ഞങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഇറ്റ് വിൽ ബെനിഫിറ്റ് ടു ദ പീപ്പിൾ എന്നൊരു കോൺസെപ്റ്റ് വരുന്നതിനാണ് പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ പൊളിറ്റിക്കൽ പോപ്പുലിസം വരുമ്പോൾ ഉള്ള സ്റ്റേറ്റിൻ്റെ പെറ്റേണലിസ്റ്റിക് ആയിട്ടുള്ള റോളിനെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് ജഡ്ജ്മെൻറ്റിൽ ഒബ്സർവ് ചെയ്യുന്ന കാര്യം. അതായത് അത്തരത്തിലുള്ള ഒരു പെറ്റേണലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വരുമ്പോഴേക്കും സ്റ്റേറ്റ് കരുതുന്നതാണ് അത് ഞങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു വലിയ ഭൂരിഭാഗം ജനങ്ങൾക്ക് ദേ റിക്വയർ ഗൈഡൻസ് ഇൻ എനിത്തിങ്. അവർക്കൊരു ഗൈഡൻസ് വേണം, അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അവർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലെടുക്കുന്ന ലെജിസ്ലേഷൻസ്. അപ്പോൾ അത്തരത്തിലേക്ക് വരുമ്പോഴേക്കും അതിനകത്തൊരു മോറൽ എലമെൻ്റ് ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്നതിനുപരി ഒരു പക്ഷേ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള പല റൈറ്റ്സിനെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ലെജിസ്ലേഷനിലേക്ക് പലപ്പോഴും ഈ ഒരു ടെൻഡൻസി പോകാറുണ്ട്. അതിനെയാണ് പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന് പറയുന്നത്. അപ്പോൾ എക്സസീവ് പെറ്റേണലിസത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്നത് ദ സ്റ്റേറ്റ് വിൽ ഫ്രീ ടു ഇൻഡൾജ് ഇൻ ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ എന്നുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആ ഒരു കണ്ടൻഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു സിമ്പതി, അതായത് ദെയർ പീപ്പിൾസ് ആർ നോട്ട് ഏബിൾ ടു ടേക്ക് ഡിസിഷൻ ബൈ ദെയർ ഓൺ എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റ്സിൽ നിന്നുമാണ് പൊളിറ്റിക്കൽ പോപ്പുലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റിൽ പറയുന്ന കാര്യം ഇതാണ്, ഗാംബ്ലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള വേറെ പ്രൊവിഷൻസ് സ്റ്റിൽ അവൈലബിൾ. ഏത് ലെജിസ്ലേഷൻ ആണെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊപ്രൈറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ന്യൂസ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഓഗസ്റ്റ് 12 ISRO വിക്ഷേപിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അല്ലെങ്കിൽ EOS-3 എന്ന് പറയുന്ന സാറ്റലൈറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസാണ്. EOS-03
ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ മോണിറ്റർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. GSLV-F10 എന്ന് പറയുന്ന സീരീസിൽ GSLV-F10 ആണ് സാറ്റലൈറ്റിനെ പ്ലേസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ പ്ലേസ് ദ സാറ്റലൈറ്റ് ഇൻ ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഓർബിറ്റുകളുടെ പല ഡിഫറെൻറ്റുള്ള ഓർബിറ്റ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം അതായത് ഫൈനൽ ജിയോ സ്റ്റേഷനിൽ ഓർബിറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഓൺബോർഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും ഒരു സാറ്റലൈറ്റിന്. അത് ആദ്യം ഒരു ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എത്തുന്നു. പിന്നീട് സ്വന്തമായിട്ടുള്ള സെൽഫ് പ്രൊപ്പൽഷൻ വഴി നേരിട്ട് ഡെസ്റ്റിനേഷൻ ഓർബിറ്റിലേക്ക് എത്തുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ഈ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എനേബിൾഡ് റിയൽ ടൈം മോണിറ്ററിങ് ഓഫ് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വാട്ടർ ബോഡീസ്, ക്രോപ്സ്, ഫോറസ്റ്റ്, കവർ ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർബിറ്റ് നമ്മൾ നോക്കും. വാട്ട് ഇസ് എ ഓർബിറ്റ്? ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ കർവ്ഡ് പാത്ത്. ഒരു ഒബ്ജക്റ്റിന് ചുറ്റുമുള്ള കർവ്ഡ് പാത്താണ് അല്ലേ, അത് ട്രാവൽ ചെയ്യുന്ന ഒരു കർവ്ഡ് പാത്താണ്. ടേക്ക് അറൗണ്ട് അനദർ ഒബ്ജക്റ്റ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഓബ്ജക്റ്റിന് ചുറ്റും മറ്റൊരു ഓബ്ജക്റ്റ് കറങ്ങുന്ന ഒരു കർവ്ഡ് പാത്ത്, സ്പേസിലെ കർവ്ഡ് പാത്തിനെ നമുക്ക് എന്ത് പറയാം? ഓർബിറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ റോക്കറ്റ് സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുമ്പോഴേക്കും അതൊരു സ്പെസിഫിക് ഓർബിറ്റിലേക്കാണ് ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ആ റിക്കേർഡ് ഓർബിറ്റിൽ നിന്നുകൊണ്ട് റൊട്ടേഷൻ സാധ്യമാകത്തുള്ളൂ. ലൈക്ക് ദ മൂൺ ഇൻ ദ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത്. പിന്നെ അതിനകത്ത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റിനെ പറ്റി നോക്കാം. ജിയോ സ്റ്റേഷനറി ഓർബിറ്ററി എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഇക്വേറ്ററിന് മുകളിലായിട്ട് ഏകദേശം എർത്തിൻ്റെ ഭൂമിയുടെ ഇക്വേറ്ററിന് മുകളിലായിട്ട് ഏകദേശം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ടൈം എടുത്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഓർബിറ്റിൽ, ഈ ജിയോ സ്റ്റേഷൻ ഓർബിറ്റിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് എടുക്കുന്ന സമയം ഭൂമിൻ്റെ അതേ സമയം ഒരു റൊട്ടേറ്റിംഗ് അവേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് സ്പേസിലേക്ക് ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേഷനറി ആയിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം എർത്തിൻ്റെ റൊട്ടേഷൻ അതേ രീതിയിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് അവരുടെ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ജിയോ സാറ്റലൈറ്റിനെ ഒരു എർത്ത് റൊട്ടേഷനിൽ മാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ആൾട്ടിറ്റ്യൂഡിൽ 35,786 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ വേണം അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എർത്ത് സർഫസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബാക്കിയുള്ള സാറ്റലൈറ്റിൽ നിന്ന് ഏറ്റവും ദൂരത്തേക്ക് പോകേണ്ട ഓർബിറ്റ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റാണ്. അടുത്ത് ലോ എർത്ത് ഓർബിറ്റാണ്. ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ഓർബിറ്റ് റിലേറ്റീവ്ലി ക്ലോസ് ടു ദ സർഫസ്, സർഫസിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഏരിയയിലാണ് കാണപ്പെടുന്നത്. അതിന് 160 കിലോമീറ്റർ മുതൽ 1000 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. ഈ ലോ എർത്ത് ഓർബിറ്റിനാണെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊരു കാര്യം സാറ്റലൈറ്റ് ഇമേജിങ്ങിന് വേണ്ടിയിട്ടാണ്. സാറ്റലൈറ്റ് ഇമേജിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓർബിറ്റ് എന്ന് പറയുന്നത് ലോ എർത്ത് ഓർബിറ്റ് തന്നെയാണ്. ആ ഓർബിറ്റിൽ നിൽക്കുന്ന സാറ്റലൈറ്റ്സ് ആണ് വളരെ ഹയർ റെസൊല്യൂഷനിലുള്ള ഇമേജസ് നമുക്ക് നൽകുന്നത്. അടുത്ത ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ചുറ്റുമുള്ള ഓർബിറ്റ്സുകൾ ലോ എർത്ത് ഓർബിറ്റാണ്. അത് ISS പോലെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് ചുറ്റിനും ആസ്ട്രോനറ്റുകൾ സഞ്ചരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവർ സഞ്ചരിക്കുന്നത് ഒരു ഷോർട്ടർ ഡിസ്റ്റൻസിൽ ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഓർബിറ്റ് ലോ എർത്ത് ഓർബിറ്റാണ്. അടുത്തതായിട്ട് വരുന്ന മീഡിയം എർത്ത് ഓർബിറ്റാണ്. പറയും പോലെ മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ മിഡിൽ ഓഫ് ദ ലോവസ്റ്റ് എർത്ത് ഓർബിറ്റ് ആൻഡ് ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ്. അപ്പം ലോ എർത്ത് ഓർബിറ്റിനെ പോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് മീഡിയം എർത്ത് ഓർബിറ്റിലും വരാറുണ്ട്. അതേ ഒരേ തരത്തിലുള്ള സാറ്റലൈറ്റ് ഇമേജിങ് ആണെങ്കിലും പലതരം ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് അതിൽ വരുന്നുണ്ട്. ഇനി പോളാർ ഓർബിറ്റ് അല്ലെങ്കിൽ സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വറ്റോറിയൽ ഓർബിറ്റിൽ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി ഓർബിറ്റുകൾ കാണുമ്പോൾ തന്നെ സൺ സിങ്ക്രണസ് അല്ലെങ്കിൽ പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത് പോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അവരുടെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് എർത്തിൻ്റെ പോളിൽ കൂടി വെസ്റ്റ് ടു ഈസ്റ്റ് ഇക്വേറ്ററിൽ പാസ് ചെയ്യുന്ന പോലെ തന്നെ നോർത്ത് ടു സൗത്തിൽ വെസ്റ്റ് ടു ഈസ്റ്റിലാണ് സാറ്റലൈറ്റ് പോളാർ ഓർബിറ്റിലൂടെ നമുക്ക് ഓർബിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നോർത്ത് ആൻഡ് സൗത്ത് പോൾ പ്രിസൈസ്ലി ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ നോർത്ത് ആൻഡ് സൗത്ത് പോളിൽ അല്ല സാറ്റലൈറ്റ് കാണുന്നത് ഒരു 20 to 30 ഡിഗ്രി അതിനകത്തൊരു ഡീവിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പോളാർ ഓർബിറ്റിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 200 to 1000 കിലോമീറ്ററാണ് ഒരു ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോ എർത്ത് ഓർബിറ്റിൻ്റെ ഒരു
കാറ്റഗറിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും ബൈ ദ ആൾട്ടിറ്റ്യൂഡ് വൈസ്. ഈ സൺ സിങ്ക്രണസ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക്കലി ടൈപ്പ് ആയിട്ടുള്ള പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പോളാർ ഓർബിറ്റാണ്. ഇത് സണ്ണിൻ്റെ ഒരു റെവല്യൂഷനായിട്ട് സണ്ണിന് ചുറ്റും എർത്ത് റെവല്യൂഷൻ നടത്തുന്നതിനായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം അത് സീസണൽ ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ വെതർ റിപ്പോർട്ട് സീസണൽ ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് പോളാർ ഓർബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ട്രാൻസ്ഫർ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റാണ്. ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഓർബിറ്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ട്രാൻസ്ഫർ ഓർബിറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലേക്ക് എത്തിക്കുന്നു. അപ്പം അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റുകൾക്ക് മുമ്പായിട്ട് നമ്മൾ ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ 35,756 കിലോമീറ്ററാണ് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരത്തിൽ എത്തുന്നതിന് വേണ്ടി ഹൈ എനർജിയാണ് ഒരു റോക്കറ്റിന് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ ഒരു മിഡിലുള്ള ഒരു ഓർബിറ്റിലേക്ക് നമ്മൾ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാറുണ്ട്. അതിന് ശേഷമാണ് അവർ അടുത്ത ഓർബിറ്റിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ നമ്മളുടെ എർത്ത് സാറ്റലൈറ്റ് ഓർബിറ്റിനെ പറ്റി, എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ISRO ലോഞ്ച് ചെയ്യാൻ പോകുന്ന എർത്ത് ഒബ്സർവേറ്ററി സാറ്റലൈറ്റിൽ എൻ്റെ പെക്കുലാരിറ്റി പറയും പോലെ തന്നെ അതിനൊരു പേലോഡ് ഉണ്ടായിരിക്കും. ആദ്യം ഒരു മിഡിൽ ഓർബിറ്റിലേക്ക് എത്തിയതിന് ശേഷം അത് തന്നെ അതിൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് അടുത്ത ഓർബിറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ഫിഗറിൽ നമ്മൾ കാണുന്നതാണ് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 35,756 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ആൾട്ടിറ്റ്യൂഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഒരു ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു എന്താണല്ലോ ഓർബിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടൈം എക്സെൻട്രിസിറ്റി എന്നുള്ള കാര്യമാണ്. ഒരു സർക്കുലർ ഓർബിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇത് എർത്ത് എന്ന് പറയുന്നത് നമ്മളൊരു സെൻട്രൽ പോയിന്റിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എർത്തിൽ നിന്നും ഓർബിറ്റിൻ്റെ ഓരോ പോയിന്റിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ എക്സെൻട്രിസിറ്റി 0 ആണെന്ന് പറയാൻ പറ്റും. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ >1 ആയിരിക്കും, അല്ലെങ്കിൽ 0 മുകളിലേക്കായിരിക്കും എക്സെൻട്രിസിറ്റി വരുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കൃത്യമായിട്ടുള്ളൊരു റേഡിയസ് അല്ലെങ്കിൽ ഈക്വലായിട്ട് തന്നെ നമുക്ക് ഒരു റേഡിയസിൽ നിന്ന് പോയിന്റിലേക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പം എർത്ത് ആണെങ്കിൽ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസിലായിരിക്കും മറ്റ് ഓർബിറ്റിലെ പോയിന്റിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെങ്കിൽ പെരിഗ്രി, അപ്പോജി എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിൻറ്റ്സ് ഉണ്ട്. പെരിഗ്രി എന്ന് പറയുമ്പോൾ എർത്തിനുമായിട്ട് വളരെ അടുത്തിട്ടുള്ളൊരു പോയിൻറ്റ്, അപ്പോഗ്രി എന്ന് പറയുമ്പോൾ എർത്തിൽ നിന്ന് വളരെ ദൂരത്തിലുള്ളൊരു പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ജിയോ സ്റ്റേഷനറി അല്ലെങ്കിൽ ജിയോ സ്റ്റേഷൻ ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് ഈ ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ് അടുത്തുള്ള പോയിന്റിലേക്കായിരിക്കും അത് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഓർബിറ്റ് സെറ്റപ്പും അങ്ങനെയുള്ള റൊട്ടേഷനൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ചിലപ്പോൾ ഇത്ര ഇയേഴ്സ് അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ അത് അതിൻ്റെ ഒരു അപ്പോജി പോയിന്റിലേക്ക് എത്തും. അപ്പോജി പോയിന്റ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് ആ ഒരു ജിയോ സ്റ്റേഷൻ്റെ ഓർബിറ്റുമായിട്ട് ഓവർലോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ സാറ്റലൈറ്റിൻ്റെ മോട്ടോർ സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ പേലോഡിൻ്റെ എനർജി ഉപയോഗിച്ച് അതിനകത്ത് സിസ്റ്റം ഉപയോഗിച്ചിട്ട് തന്നെ അതിന് എങ്ങോട്ടേക്ക് കയറാനായിട്ട് സാധിക്കും, ആ ജിയോ സ്റ്റേഷൻ ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. അത് തനിയെ അപ്പം ഒറ്റ സ്റ്റെപ്പിൽ ഇത്രയും ആൾട്ടിറ്റ്യൂഡ് കടക്കുന്നതിന് പകരമാണ് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് അതിനിടയിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നോ പ്ലാൻ ടു ഹൗസ് ഇന്ത്യൻ മിലിറ്ററി ബേസ് ഓൺ ദ അഗലിക ഐലൻഡ് മൗറീഷ്യസ്. ഇതൊരു ന്യൂസ് പറയുകയാണ്. മൗറീഷ്യസ് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു ഇന്ത്യക്ക് ഒരു ഇന്ത്യൻ മിലിറ്ററി ബേസ് അഗാലിക ഐലൻഡിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് എന്തില്ല, നോ പ്ലാൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അഗാലിക ഐലൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്, എന്താണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു ന്യൂസിന് വരാനുള്ള കാരണം, അതാണ് നമ്മൾ നോക്കുന്നത്. അഗാലിക ഐലൻഡ്സ് നോക്കൂ, ഇന്ത്യൻ ഓഷനിൽ പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അല്ലെ, മൗറീഷ്യസിൽ എൻ്റെ ചുറ്റും കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലൊന്നാണ് അഗാലിക ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അൽ ജസീറ എന്ന് പറയുന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് അവിടെ ഒരു മിലിറ്ററി ബേസ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം. എന്നാൽ മൗറീഷ്യസിൻ്റെ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല എന്നുള്ള കാര്യം.
എന്തുകൊണ്ടാണ് അഗാലിക ഐലൻഡ് ചർച്ചയായതെന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ ചാഗോസ് ഐലൻഡിൻ്റെ മൊറീഷ്യസിൻ്റെ പരിസരത്ത് തന്നെ കാണപ്പെടുന്ന ചാഗോസ് ഐലൻഡിൻ്റെ ഒരു അധികാരം എന്ന് പറയുന്നത് UK ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1965 ചാഗോസ് ഐലൻഡിൽ ഒരു മിലിറ്ററി ബേസ് US ചേർന്നിട്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടാവുകയും ചാഗോസിൻസ് അല്ലെങ്കിൽ ചാഗോ ഐലൻഡിലെ ഇൻഹാബിറ്റൻസ് അതിനെതിരെയായിട്ട് റിവോൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ചാഗോസ് ഐലൻഡിൽ വരുന്ന ആ ഒരു മിലിറ്ററി ബേസ് മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള മൗറീഷ്യസ് ആ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, ആർക്കിപ്പലാഗോ ഏരിയയിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും കൊളോണിയൽ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടൻ്റെയും US-ൻ്റെയും പോർച്ചുഗീസിൻ്റെയും ഒക്കെ അധികാര പരിധിയിലുണ്ടായിരുന്ന ഐലൻഡ്സാണ്. അപ്പോൾ അതിനകത്ത് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഐലൻഡ് ആണെങ്കിൽ കോൾഡ് വാർ സമയത്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് അമേരിക്ക യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അവിടെ മിലിറ്ററി ബേസ് സ്ഥാപിക്കുന്നതിനും ഡീഗോ ഗാർഷ്യ എന്നുള്ള ഒരു പ്രവർത്തനം അമേരിക്കനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇല്ലീഗൽ ഒക്യുപ്പേഷൻ ചാഗോസിയൻ്റെ ചാഗോ ഐലാൻഡിലുള്ള ഇല്ലീഗൽ ഒക്യുപ്പേഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് അഗാലിക ഐലാൻഡ്സും ഇന്ത്യൻ മിലിറ്ററി ബേസും തമ്മിലുള്ള ഇന്ത്യ മിലിറ്ററി ബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് പുറത്തു വന്നത്. ഓക്കെ, അപ്പോൾ 1936 വരെ ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ഐലൻഡ് US-ൻ്റെ ഒരു അധികാര പരിധിയിലാണ് വരുന്നത്. അപ്പോൾ അത്രപ്പോൾ നിങ്ങൾ മാപ്പിംഗ് പഠിക്കുമ്പോൾ ഏതൊക്കെ ഐലൻഡ്സിൻ്റെ അഗാലിക അല്ലെങ്കിൽ ചാഗോസ് ഐലൻഡ്സിൻ്റെയൊക്കെ ഒരു പൊസിഷൻസ് പഠിക്കുക. അറ്റ്ലസിൽ അത് മാർക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ന്യൂസിൽ വരുന്ന ഇത്തരത്തിലുള്ള വേൾഡ് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്ലേസസ് എല്ലാം അറ്റ്ലസിൽ മാർക്ക് ചെയ്ത് പഠിക്കുന്നത് വളരെ നന്നായ കാര്യമാണ്. ഇന്നത്തെ അനാലിസിസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് N11IASൻ്റെ ടെലഗ്രാം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾ അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. So have a nice day. Thank you.